ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയോടുള്ള ഞാൻ ചെന്നിട്ടിന്നെ ദർഗത്തോടെ നടക്കണമെങ്കിൽ അനാചാരങ്ങൾ കാര്യങ്ങൾ മുഞ്ഞാണ്ടൊക്കെ നനവാക്കിട്ടിന്നെ അങ്ങനത്തെ വിഷയങ്ങളിൽ ഒന്നും മുസ്ലിം ഉമ്മത്ത് വിട്ടുകൊണ്ടുപോകുക. അതുപോലെ ചികിത്സയുടെ പേരിൽ കുറെ ആൾമാരങ്ങൾ പരിശുദ്ധ റമദാനിൽ വരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിം വനിതങ്ങ മുസ്ലിം പെണ്ണിങ്ങ ബുർക്കയിട്ടിട്ട് കുറെ അമുസ്ലിമീങ്ങളായ ആൾമാരെ കൊണ്ടുപോകുന്നത്. കുറെ ആൾമാർ ചെല്ല നീ എന്തേ ചൊല്ലില്ല ഞാൻ എത്ര വട്ടാണ് വിഷയങ്ങൾ ചൊല്ലുന്നത്. ഞാൻ മുഞ്ഞാണ്ട് പൂർവ്വസിദ്ധത്ത ക്ലാസ് പെണ്ണുങ്ങളെ ക്ലാസ്സിലടക്കം ചൊല്ലു. ഇത് ലൈവായത് കൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ ശരീഅത്ത് ഈമാൻ അത് വല്ലാത്തൊരു വിഷയമാണ്. ഈമാൻ പോണുള്ള സെക്കൻഡ് മയ്യാവും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പോണേൽ വിട്ട കഡായമായിട്ട് ചൊല്ലണതാണ്. ഏതോ മുസ്ലിമീങ്ങളെ മുട്ട ഏതോ ആൾമാരെ മുട്ട പരിഹാരം കൊണ്ടുകൊണ്ട് ചൊന്നിട്ടു അങ്ങനെ മുട്ട പോയിട്ട് ദീൻ പണയം വെക്കണമെങ്കിൽ ആൾമാർ അത് നിശ്ചയിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ എപ്പോ നോക്കിയെങ്കിലും സമസ്യ ചൊന്നിട്ട് പോകേണ്ട എത്ര ആൾമാരുള്ള അവന്റെ സമാക്കില്ല, അവൻ സുബഹി നിസ്കരിക്കില്ല, നിസ്കാരങ്ങളില്ല, ഖുർആനില്ല. അങ്ങനത്തെ ആൾ എപ്പോ നോക്കിയെങ്കിലും സമസ്യ. ഞാൻ പലപ്പോഴും ചെന്നത് ഈ സമസ്യ ചെന്നിട്ട് 100 വട്ടം അവന്റെ മുട്ട പോയിട്ട് അവന്റെ സമസ്യ പരിഹാരമായിട്ട് അല്ലാണ്ട് ഈ പോയവന്റെ സമസ്യ ഇല്ലായവന്റെ ആ പോയെങ്കിൽ അവൻ സമാവുള്ള അവന്റെ മുട്ട പോയെങ്കിൽ അത്ഭുതമാവുള്ളൂ സാധു അവന്റെ രോഗ സുമാറാവുള്ളൂ. അവൻ ശരീരത്തിൽ 5 പൈസ അവൻ കൊടുക്കില്ല, അവൻ ശരീരത്തിൽ പാലനാക്കുന്നില്ല. അവന്റെ മുട്ട ചികിത്സയുടെ പേരിൽ പോയിട്ട് എന്തേ അത്ഭുതം ഉണ്ടാവുള്ളൂ. ഞാൻ ചൊന്നല്ലേ ഏറ്റവും വലിയ അത്ഭുതം കാട്ടുന്നത് ദജ്ജാൽ കൊണ്ട് ലാനത്തുള്ളവരായി ആകാശത്ത് കാട്ടിങ് മരമുണ്ട്, ഭൂമി കാട്ടിങ് നല്ല വൃക്ഷങ്ങൾ വളർക്കിട്, നിങ്ങൾക്ക് പൈസ വേണ കോടി വേണ എല്ലാം ഉണ്ടല്ല. അപ്പൊ അത്ഭുതങ്ങൾ കാട്ടുന്നത് ദജ്ജാൽ പെട്ടി കൊടുക്കവിടെ അവൻ നല്ല പൈസ കൊടുക്കൂടാ ചാരിറ്റി ആക്കാൻ ചൊന്നിട്ടു. ഇനി ദജ്ജാലല്ല ഏറ്റവും വലിയ ചാരിറ്റി ആക്കാൻ ഒടുക്കി കൊടുക്കവിടെ. ഇതൊന്നും മാനദണ്ഡമല്ല. മുസ്ലിമീങ്ങളെ മാനദണ്ഡം ശരീഅത്താണ്. അവസാനത്തെ റക്അത്ത് വരെ നിസ്കരിച്ചു പോയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ വരെയില്ലാത്ത ശരീഅത്ത് ഇൽമുകളില്ലാത്ത എനിക്ക് കുറെ ആൾമാർ പൈസക്ക് മാത്രം നിന്നിട്ട് അങ്ങളെ മുട്ട പോയിട്ട് ഈമാൻ നശിപ്പിക്കുന്ന എനിക്ക് ആൾമാരുള്ള അത്ഭുതങ്ങൾ അവരോട് ചൊല്ലാറ്. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി സഹീഹ് ബുഖാരി സനദിൽ മഹാന്തുള്ളൂ ഒരാൾ അന്തരീക്ഷത്തിൽ പാറുന്നത് കണ്ടെങ്കിലും തണ്ണിൽ നടക്കുന്നത് കണ്ടെങ്കിലും നീ അവന്റെ മുട്ട കൊള്ളണ്ട. അവൻ ശരീരത്തിൽ എങ്ങനെയുള്ള പൈസത്തോടെ എങ്ങനെയുള്ള ഇതെല്ലാം നീ നോക്കണോ. ഒരു കാര്യം ഒന്നുകൂടി അടിയറയിട്ട് ഞാൻ ചൊന്നോടുള്ള ഏത് ചികിത്സ ആക്കണമെങ്കിൽ ആളെ മുട്ട ഒരു പെണ്ണ് ഒറ്റക്കായി നിന്നിട്ട് ചികിത്സ ആക്കടെ പെണ്ണ് മാത്രം ആളെ മുട്ട കൊണ്ടേ ഇത് പറ്റ ഹറാമാണ്. ശരീരത്തെ എതിർത്തേക്കത്ത വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു പെണ്ണുടെയും ഒരാളെയും അങ്ങനെ കടത്തോട് തീര ഒരു പെണ്ണും അങ്ങനെ പോകു തീര എല്ലാ സമസ്യക്ക് പരിഹാര സ്വാലിഹീങ്ങളായ ആൾമാരെ മുട്ടമുള്ളൂ, സയ്യിദന്മാരെ മുട്ടമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ വേണ്ട അവന്റെ മുട്ടമേ ഉള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ എന്തുകൊണ്ട് ഖുർആനോട് തീര എന്തുകൊണ്ട് നമുക്ക് ദുആ തീര ഏറ്റവും നല്ല ദുആത്ത ടൈമല്ലേ റമദാൻ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇത് അല്ലാഹുമ്മ റഹ്മനി വിട്ടുകൊടുക്കില്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വന്നെങ്കിൽ പിന്നെ അല്ലാഹുമ്മ റഹ്മനി തീർത്ത ഇല്ലല്ലേ. റഹ്മാനായ റബ്ബുടെ റഹ്മത്ത് എല്ലാ ടൈമിലും ഉണ്ട്. അവന്റെ ഓഫീസ് എപ്പോഴും ഓപ്പണാണ്. ദുനിയാവുടെ ഒരു ഓഫീസർ നോട്ട പോയെങ്കിൽ അവൻ ചെല്ലുക അത് ഞാൻ 10 നാൾ മാത്രം തീർന്നും ചെല്ലുക. ഇനി അതില്ല, ഇനി വേറെ കേൾക്കോടും ചെല്ലുക. അള്ളാഹു അങ്ങനെ ചെല്ലില്ലാവോ. റമദാൻ കഴിഞ്ഞെങ്കിലും അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ നക്ക് നീ റഹ്മത്താക്കുറവേ അള്ളാഹു നിരന്തരമായി വന്നുകൊണ്ടിരിക്കണം. ദുആത്താട്ടി വലിയ ആയുധമില്ല. നന്റെ സമസ്യയുടെ പരിഹാരം നന്നൊട്ടിക്കുമേ ഉള്ളൂ. ഞാൻ നന്നാവുന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. നാം ഒരു ഒറിജിനൽ മുഅ്മിനാവുന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. പ്രിയപ്പെട്ട സഹോദരന്മാരെ അജബൻ ലിദാമിൻ ഹാമിലിൻ ഫൗഖല്ലാഹ മാഅൻ ഫമാഅൻ യബ്തഗി മിമ്മൻ യമൂർ. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരാൾ കൊടപ്പണത്തിൽ ഫുൾ തണ്ണി നിറച്ചിട്ട് ഇങ്ങനെ പോയോണ്ടുള്ള കുഞ്ചിൽ ഫുൾ തണ്ണി ഉള്ളൂ. അവൻ റോഡിൽ കൊണ്ടെങ്കിൽ കാൽമാരോട്ടിയ തണ്ണി കേട്ടോണ്ടുള്ള തണ്ണി വേണു ഓണ്ടൊട്ടിയുമേ തണ്ണി ഉണ്ടല്ലേ, നിന്റൊട്ടിയുമേ തണ്ണി ഉണ്ടല്ലേ, സമസ്യക്ക് പരിഹാരം നിന്റൊട്ടിയുമേ ഉണ്ടല്ലേ. പിന്നെന്ത് നീ ഇങ്ങനെ ഒട്രാസി പോയിട്ട് ദീൻ നശിപ്പിക്കലാണ് മഹാന്മാർ കേൾക്കട്ടെ. അതുകൊണ്ട് ഈമാൻ അത് വല്ലാത്തൊരു വിഷയമാണ്. അള്ളാഹു ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ.